ജീവനും ജീവിതവും തുടർ പഠന പരമ്പരയുടെ 165 എപ്പിസോഡിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ ആനുകാലിക പ്രസക്തമായ വിഷയങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത്തവണയും നമുക്ക് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട മേഖലയെ കുറിച്ചുള്ള ഒരു വിഷയം തന്നെയാണ് ഈ ആഴ്ചയും നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ആത്മാവിനാൽ ജീവിക്കുന്ന നാം ആത്മാവിനെ അനുസരിച്ച് നടക്കണം. നടക്കുക എന്നുള്ളത് അല്ലെങ്കിൽ നടക്കണം എന്ന കൽപ്പനയായിട്ട് തന്നെയാണ് അപ്പോസ്തലൻ ഗലാത്യരോട് പറഞ്ഞത്. നടക്കണം അല്ലെങ്കിൽ നടക്കുക എന്നുള്ളത് നമുക്കറിയാം, അതൊരു ജീവിത ശൈലിയാണ്. നമ്മൾ പാലിക്കേണ്ടതായ രീതികളും നിലനിർത്തേണ്ടതായ ചില മനോഭാവങ്ങളുമാണ്. അപ്പൊ അതുകൊണ്ട് പരിശുദ്ധാത്മാവിനാലാണ് ഒരു ദൈവവൈതൽ നയിക്കപ്പെടുന്നതെങ്കിൽ ആ ദൈവവൈതലിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുന്ന ജീവിത രീതിയും മനോഭാവവും ഒക്കെ വേണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. അത് പ്രയോഗതലത്തിൽ നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നമ്മൾ ദൈനംദിനം അനുവർത്തിക്കേണ്ട, ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളാണ്. എങ്ങോട്ടാണ് നടക്കുന്നത്, ലക്ഷ്യത്തിലേക്ക് തന്നെയാണോ, ലക്ഷ്യം വിട്ടുപോകുന്നുണ്ടോ എന്നുള്ളതൊക്കെ അതിന്റെ ഭാഗമാണ്. ദൈവവചനത്തിന് അനുസൃതമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനും ധാർമ്മികമായിട്ടും നീതിപൂർവമായിട്ടും ഒക്കെ ജീവിക്കാനായിട്ട് കർത്താവ് കാണിച്ച മാതൃക, ആ മാതൃക നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കി ക്രമപ്പെടുത്തി പോകേണ്ട മേഖലകളാണ്. പ്രായോഗിക തലങ്ങളെ കുറിച്ചായിരിക്കും നമ്മളോട് ഇന്നത്തെ പഠിപ്പിക്കുന്ന കർത്തൃദാസൻ നമ്മളോട് പങ്കുവയ്ക്കുന്നതെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ജോസിൻ സഹോദരനാണ് നമ്മളെ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത്. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ആദ്യമായി അറിയിക്കുന്നു. ഒരു ദിവസം കൂടെ ദൈവവചന പഠനത്തിനായി നമുക്കിങ്ങനെ ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിച്ചതോർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ദൈവവചനത്തിന്റെ മുൻപിൽ ഏറ്റവും ഭയഭക്തിയോടുകൂടെ ഇരിപ്പാനും ദൈവവചനം നമ്മോട് പറയുന്ന സത്യങ്ങള് ആത്മാർത്ഥതയോടുകൂടെ കേൾക്കാനും അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാനുമുള്ള വലിയ ആഗ്രഹത്തോടും താല്പര്യത്തോടും കൂടെയാണല്ലോ നമ്മളെല്ലാവരും ഈ സമയത്ത് ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ വചനപഠനം ആ നിലയിൽ എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആശംസിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വിഷയത്തെക്കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്മുടെ വിഷയം ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്നുള്ളതാണ്. നമ്മുടെ വിഷയം ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക എന്ന ഒരു ഹെഡിങ്ങിലാണ് അവതരിപ്പിക്കാനായിട്ട് എനിക്ക് നൽകിയത്. ആ വാക്യം അതുപോലെ തന്നെ ബൈബിളിൽ അങ്ങനെ ഒരു വാക്യം ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യമാണ് നമ്മുടെ ചിന്താവിഷയത്തിന്റെ അടിസ്ഥാനം. ഇവിടെ നമ്മൾ വായിക്കുന്നത് അങ്ങനെയാണ്: ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. എന്താണ് ആ വാക്യത്തിന്റെ അർത്ഥം എന്നുള്ളത് തന്നെ നമുക്ക് നോക്കാം. എന്തായിരിക്കും അതിന്റെ അർത്ഥം? നമ്മില് നടന്നതായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ നമുക്ക് നിത്യജീവൻ ലഭിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിച്ച് നമുക്ക് നിത്യജീവൻ നൽകിയതുകൊണ്ട്, അതേ ആത്മാവിന്റെ ശക്തിയാൽ പുതിയ ജീവിതത്തിൽ നമ്മൾ തുടരുക എന്നാണ് ആ വാക്യത്തിൽ പറയുന്നതിന്റെ ആശയം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. ആ വസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ തന്നെ നമുക്ക് ലഭിച്ചതായിരിക്കുന്ന പുതിയ ജീവിതത്തിൽ നാം തുടരുക. അതാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു വിശ്വാസി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ
അനുസരിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ പാതയിലൂടെ പോകാനായിട്ട് നാം നമ്മെ തന്നെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുത്തുക, പരിശുദ്ധാത്മാവിനെ അനുവദിക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. പരിശുദ്ധാത്മാവിന്റെ പാതയിലൂടെ സഞ്ചരിക്കാനായിട്ട് നമ്മളെ തന്നെ പരിശുദ്ധാത്മാവിന് നാം വിധേയപ്പെടുത്തി കൊടുക്കുക, നമ്മെ തന്നെ അതിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. അതാണ് പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുവാനുള്ള ഏറ്റവും അടിസ്ഥാന ഘടകം. അവനോടുള്ള കൂട്ടായ്മ ബന്ധത്തിൽ തുടരുന്നതാണ് പരിശുദ്ധാത്മാവിൽ നടക്കുക എന്ന് പറഞ്ഞു. അവന്റെ വിശുദ്ധിയുടെ വെളിച്ചത്തിൽ നമ്മുടെ ജീവിതത്തിലെ തീരുമാനങ്ങൾ രൂപപ്പെടുത്തുന്നതാണ്. വേറൊരു നിലയിൽ പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിനോട് നാം അനുരൂപപ്പെടുന്നതാണ്. ദൈവത്തിന്റെ ആത്മാവിൽ നടക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തോട്, യേശുക്രിസ്തുവിന്റെ താല്പര്യങ്ങളോട്, യേശുക്രിസ്തുവിന്റെ ലക്ഷ്യത്തോട് നമ്മൾ അനുരൂപപ്പെടുക. കർത്താവായ യേശുക്രിസ്തുവിനോട് സമ്പൂർണമായും അവന്റെ സ്വഭാവത്തിൽ അനുരൂപപ്പെടുക. ദൈവാത്മാവിൽ ഒരാള് നടക്കുമ്പോൾ ആ നിലയിലായിത്തീരും. അതുകൊണ്ട് യേശുക്രിസ്തുവിൽ ഒരാൾ ജീവിക്കുക എന്ന് പറയുന്നതും പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുക എന്ന് പറയുന്നതും ദൈവവചന പ്രകാരം ജീവിക്കുക എന്ന് പറയുന്നതും ഒക്കെ ഒരേ ആശയത്തിന്റെ വ്യത്യസ്തമായിരിക്കുന്ന തലങ്ങളാണ് എന്ന് നമുക്ക് പറയാം. ദൈവാത്മാവിന്റെ നമ്മിലുള്ള ശുശ്രൂഷ എന്നത് ഒരു വിശ്വാസിയെ കർത്താവായ യേശു ക്രിസ്തുവിനോട് അനുരൂപപ്പെടുത്തുക എന്നുള്ള ശുശ്രൂഷയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ ചെയ്യുന്നത്. യേശുക്രിസ്തു എന്ന വ്യക്തിയോട് നമ്മളെ അനുരൂപപ്പെടുത്താൻ ആവശ്യമായിരിക്കുന്ന പ്രവർത്തനങ്ങളാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ ചെയ്യുന്നത്. അപ്രകാരം ആത്മാവ് നമ്മെ രൂപാന്തരപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ രൂപപ്പെടുത്തുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ സ്വയത്തിന്, നമ്മുടെ ജഡത്തിന്, നമ്മുടെ പാപ സ്വഭാവങ്ങൾക്ക് നമ്മൾ മരിച്ചവരായിട്ട് അനുഭവപ്പെടും. അതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഒരാൾ നടത്തപ്പെടുമ്പോൾ അടിസ്ഥാനപരമായി സംഭവിക്കുന്ന കാര്യം. പാപ സ്വഭാവത്തിന് നാം മരിച്ചവരായിട്ട് ജീവിക്കുന്നു എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. എന്ന് പറഞ്ഞാൽ ഒരേ സമയം നമുക്ക് പാപത്തോടും കർത്താവായ യേശു ക്രിസ്തുവിനോടും അനുരൂപപ്പെട്ട് ജീവിക്കാനായിട്ട് സാധിക്കില്ല. ഒന്നുകിൽ യേശുക്രിസ്തുവിനോട് നമ്മൾ അനുരൂപപ്പെട്ടവരായിട്ട് ജീവിക്കും, അല്ലെങ്കിൽ പാപത്തോട് അനുരൂപപ്പെട്ടവരായി ജീവിക്കും. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുക എന്ന് പറയുന്നതല്ല ക്രിസ്തീയ ജീവിതം. ദൈവാത്മാവിൽ ഒരാൾ നടക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമാണ് കർത്താവായ യേശുക്രിസ്തുവിനോട് ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും അനുരൂപപ്പെടുന്ന ഒരനുഭവത്തിലുള്ള ജീവിതമാണ് പരിശുദ്ധാത്മാവിലുള്ള ജീവിതം എന്നതുകൊണ്ട് ദൈവത്തിന്റെ വചനം ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിജയകരമായിരിക്കുന്ന ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാന പ്രമാണം എന്താണ് എന്ന് ചോദിച്ചാൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്നാണ്. ഒരാൾ വിജയകരമായി ക്രിസ്തീയ ജീവിതം നയിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ വ്യക്തി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുന്നു എന്നാണ്. അപ്പൊ അത് തമ്മിൽ വേർതിരിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. ദൈവം നമ്മിൽ നിന്ന് എല്ലാവരിൽ നിന്നും ആഗ്രഹിക്കുന്നത് വളരെ വിജയകരമായ ഒരു ജീവിതം ഈ ഭൂമിയിൽ നമ്മൾ നയിക്കണം എന്നാണ്. ആ പ്രതീക്ഷയോടുകൂടെയാണ് കർത്താവ് നമ്മെ രക്ഷിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത് ആ ലക്ഷ്യത്തിലാണ്. ദൈവത്തിന്റെ വചനം നമുക്ക് നൽകിയിരിക്കുന്നത് ആ ലക്ഷ്യത്തിലാണ്. കർത്താവായ യേശു ക്രിസ്തു നമ്മോടൊപ്പം ഉണ്ട് എന്ന് പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. വിജയകരമായി ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലുള്ള ഒരു ജീവിതം ഈ ഭൂമിയിൽ നയിക്കണമെന്നുള്ള വലിയ പ്രതീക്ഷയാണ് ദൈവമക്കളായിരിക്കുന്ന നമ്മളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മളും അതാണ് പ്രതീക്ഷിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ദൈവം പ്രതീക്ഷിക്കുന്ന അതേ ജീവിതം എൻ്റെ ജീവിതത്തിലും ഉണ്ടാകണം, എനിക്കും അങ്ങനെ ജീവിക്കണമെന്നുള്ള ഒരു വലിയ ആഗ്രഹവും പ്രതീക്ഷയുമാണ്
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിക്കുന്ന വിശ്വാസികൾക്ക് ഉണ്ടാകേണ്ടത്. അപ്പോൾ വിജയകരമായ ജീവിതം ആത്മീക സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ആത്മീകമായ സമൃദ്ധിയുടെയുമുള്ള ഒരു ജീവിതമാണ്. പക്ഷേ ദുഃഖകരമായ ഒരു സ്ഥിതിവിശേഷം എന്ന് പറയുന്നത്, അനേകരും ക്രിസ്തീയ ജീവിതത്തിൽ പരാജയപ്പെട്ടവരും നിരാശപ്പെടുന്നവരും അസമാധാനത്തിലും അസന്തുഷ്ടിയിലുമൊക്കെ കഴിയുന്നവരായിരിക്കുന്ന ആളുകളാണ് എന്നുള്ളത് വളരെ സങ്കടകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. അത് നമ്മളെ ഏറ്റവും ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ ഈ ഭൂമിയിൽ ഏറ്റവും സന്തോഷകരമായ ജീവിതം നയിക്കാൻ കഴിയുന്ന ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ക്രിസ്തീയ ജീവിതത്തിൽ മാത്രമേ യഥാർത്ഥ സമാധാനവും സന്തോഷവും ജീവിതത്തിൽ അനുഭവിച്ച് ഒരു ആത്മീകമായ സമൃദ്ധിയോടെ ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനുള്ള സാധ്യതയാണ് രക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. പലരുടെയും ചിന്ത എന്ന് പറയുന്നത്, യഥാർത്ഥ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അപ്രായോഗികമായിരിക്കുന്ന, പ്രായോഗികമല്ലാത്ത ഒരു കാര്യമാണ് എന്നാണ് ചിന്തിക്കുന്നത്. യേശുക്രിസ്തു ആഗ്രഹിക്കുന്ന ഉന്നതമായിരിക്കുന്ന ജീവിതം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമല്ല എന്ന് വിശ്വാസികളിൽ തന്നെ പലരും പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ചിലർ ചിന്തിക്കുന്നത് കുറെയൊക്കെ വിജയകരമായ ജീവിതം നമുക്ക് സാധ്യമാണ്. എന്നാൽ ദൈവത്തിന്റെ വചനം നമ്മോട് ആവശ്യപ്പെടുന്നത് പോലെ, കർത്താവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പോലെ ഏറ്റവും പൂർണ്ണതയുള്ള ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുക നമുക്ക് അസാധ്യമാണ് എന്ന് ചിന്തിക്കുന്നവരായിരിക്കുന്ന വിശ്വാസികളുണ്ട്, അറിഞ്ഞോ അറിയാതെയോ. ക്രിസ്തീയ ഉപദേശം പൂർണ്ണമായി അനുസരിച്ച് വിജയകരമായ ഒരു ജീവിതം സാധ്യമല്ല എന്ന നിലയിൽ ചിന്തിക്കുന്നവരാണ്. നമ്മെ കൊണ്ട് ആകപ്പാടെ സാധിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ, പാപം ചെയ്താൽ ഉടനെ അനുതപിക്കുക, പിന്നെയും പാപം ചെയ്യുക, പിന്നെയും അനുതപിക്കുക, ഇങ്ങനെയുള്ള ഒരു പൊത്തുവരുത്തം ക്രിസ്തീയ ജീവിതം നയിച്ച് മുന്നോട്ട് പോകാനേ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നൊരു ചിന്തയിലാണ് പലരും എന്ത് ചെയ്യുന്നത്, ക്രിസ്തീയ ജീവിതം നയിക്കാനായിട്ട് ശ്രമിക്കുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന കാര്യം, കർത്താവായ യേശുക്രിസ്തുവിനെ പോലെ തന്നെ അനുഗ്രഹീതമായ ഒരു ജീവിതം ഈ ഭൂമിയിൽ നമുക്ക് നയിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അത് ദൈവത്തിന്റെ വചനം നമുക്ക് ഉറപ്പ് തരുന്ന ഒരു കാര്യമാണ്. നമുക്കത് സാധിക്കും. അതെങ്ങനെയാണ് സാധിക്കുന്നത് എന്നുള്ളതിലൊക്കെയാണ് നമ്മുടെ പരാജയങ്ങൾ എന്ന് പറയുന്നത്. ആദ്യമായി തന്നെ ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? പലർക്കും എന്താണ് ക്രിസ്തീയ ജീവിതം എന്ന് ഒരുപക്ഷെ അതിന്റെ അടിസ്ഥാന അർത്ഥത്തില് മനസ്സിലായിട്ടുണ്ടായില്ല. എങ്ങനെയാണ് ക്രിസ്തീയ ജീവിതം, എങ്ങനെയാണ് ക്രിസ്തീയ ജീവിതം നയിക്കുന്നത്, അത് എന്താണ് ക്രിസ്തീയ ജീവിതം, അതിനെ സംബന്ധിച്ചുള്ള ഒരു ധാരണ നമ്മുടെ മനസ്സിലുള്ളത് നല്ലതാണ്. പലരും വിചാരിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ, നരകത്തിൽ നിന്നുള്ളതായിരിക്കുന്ന വിടുതലും സ്വർഗപ്രാപ്തിയും ലഭിച്ചു കഴിഞ്ഞാൽ ക്രിസ്തീയ ജീവിതമായി, അതോടുകൂടി എല്ലാം ഒരു പൂർണ്ണമായി എന്നുള്ള ഒരു ചിന്തയാണ് പലപ്പോഴും നമ്മളെയൊക്കെ ഭരിക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് അതല്ല. അതൊരു അടിസ്ഥാനപരമായ കാര്യമാണ്. എന്നാൽ അതല്ല. എല്ലായിടത്തും എല്ലായ്പ്പോഴും ജയോത്സവമായി ഞങ്ങളെ നടത്തുന്നു എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്. അതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. എല്ലായിടത്തും എല്ലായ്പ്പോഴും ഞങ്ങളെ ജയോത്സവമായി നടത്തുന്നു എന്ന് പറഞ്ഞാൽ, പരാതിയും പെറുവെറുപ്പും ഇല്ലാത്ത ഒരു ജീവിതം, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാത്തൊരു ജീവിതം, തിന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്ന ഒരു ജീവിതം, അല്ലെങ്കിൽ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ജീവിതം. അങ്ങനെ ഒരു ജീവിതം തികച്ചും ആത്മീക മൂല്യങ്ങളിലും ധാർമ്മിക മൂല്യങ്ങളിലും അധിഷ്ഠിതമായിരിക്കുന്ന ഒരു ജീവിതത്തെ കുറിച്ചാണ് ബൈബിള് നമ്മളെ പഠിപ്പിക്കുന്നത്. അതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ചിലരൊക്കെ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ വിജയകരമായ ജീവിതത്തിന്റെ തെളിവായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് രോഗശാന്തിയും അല്ലെങ്കിൽ അന്യഭാഷയും പ്രസംഗവും പാട്ടും അതുപോലെയുള്ള ബാഹ്യമായിരിക്കുന്ന ചില വരങ്ങളുടെ പ്രവർത്തനങ്ങളും ശുശ്രൂഷകളും ഒക്കെയാണ്. യഥാർത്ഥത്തിൽ ക്രിസ്തീയ ജീവിതത്തിൽ അതൊക്കെ ഉണ്ടെന്നുള്ളത് ശരിയാണെങ്കിലും, അതായത് ദൈവവചനത്തിൽ പറയുന്ന കൃപാവരങ്ങളുടെ ശുശ്രൂഷകളൊക്കെ ഉണ്ടെന്നുള്ളത് ശരിയാണെങ്കിലും, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അതല്ല.
ക്രിസ്തീയ ജീവിതത്തിൽ അങ്ങനെയുള്ള പല കാര്യങ്ങളും പ്രകടമായി എന്ന് വരാം. സഭായോഗത്തിന് പോകുന്നത് ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. പക്ഷെ സഭായോഗത്തിന് പോകുന്നതാണ് ക്രിസ്തീയ ജീവിതം എന്ന് ചിന്തിച്ചാൽ അതല്ല. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിനെ പോലെ അവന്റെ മനോഭാവത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കുന്നതായിരിക്കുന്ന ഒരു ജീവിതമാണ്. ഒരു ജീവിതമാണ്. തികച്ചും ആത്മീക മൂല്യങ്ങളിലും ധാർമ്മിക മൂല്യങ്ങളിലും അധിഷ്ഠിതമായിരിക്കുന്ന ഒരു ജീവിതമാണ്. പാപത്തിന്റെ മേൽ സമ്പൂർണമായ വിജയം വരിക്കുന്ന ഒരു ജീവിതമാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തിൽ വളരുന്ന ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ജീവിതം നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് വ്യക്തിപരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പരിശോധിച്ചു നോക്കേണ്ടത് ആവശ്യമാണ്. ഇത് നാം സ്വയം വിലയിരുത്തേണ്ടതാണ്. മറ്റുള്ള ആളുകളെ നമ്മൾ വിലയിരുത്തണ്ട. ഞാൻ എന്നെ തന്നെ വിലയിരുത്തുമ്പോൾ എനിക്ക് യഥാർത്ഥത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുദിനം അനുരൂപനായി തീരാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നാം വിലയിരുത്തേണ്ടത് ആവശ്യമാണ്. അത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഒരനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം സാധ്യമായിരിക്കെ നമ്മൾ വെറും ആത്മീക ദരിദ്രരായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടതായിരിക്കുന്ന ആവശ്യം യഥാർത്ഥത്തിൽ ഇല്ല. നിരാശപ്പെട്ടും ആകുലപ്പെട്ടും സമാധാനം അനുഭവിക്കാത്തവരും ഒക്കെ ആയിട്ടാണോ നമ്മൾ യഥാർത്ഥത്തിൽ ഈ ലോകത്തിൽ ജീവിക്കുന്നത്? അങ്ങനെ ജീവിക്കേണ്ട ഒരു ആവശ്യം യഥാർത്ഥത്തിൽ ഇല്ല. ദൈവം വെച്ചിരിക്കുന്ന ഉന്നതമായിരിക്കുന്ന ജീവിതത്തിൽ നിന്നൊട്ടും കുറഞ്ഞ ഒരു ജീവിതം കൊണ്ട് ഞാൻ തൃപ്തനാകുകയില്ല എന്ന ആഗ്രഹവും തീരുമാനവും ഉള്ളവർക്കാണ് യഥാർത്ഥത്തില് ക്രിസ്തീയ ജീവിതത്തിൽ മുന്നേറാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെയുള്ളവർക്കാണ് ഈ ഇതുപോലെയുള്ള ക്ലാസ്സുകളൊക്കെ പ്രയോജനകരമായിട്ട് തീരുന്നത്. കർത്താവ് പറഞ്ഞു, നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവൻ ഭാഗ്യവാന്മാർ, അവർ തൃപ്തരാകുമെന്നാണ്. അപ്പൊ ആത്മീകമായിട്ട് വളരണം, കർത്താവിനെ പോലെ ജീവിക്കണം, ഉന്നതമായ ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ നിലവാരം പുലർത്തണം എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹവും താല്പര്യവും സമർപ്പണവും അന്വേഷണവും ഒക്കെ ഉള്ളവർക്കാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അങ്ങനെയുള്ളവര് ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്നത്. അവരെയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നത് എന്ന കാര്യം നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ ഈ ഉന്നതമായിരിക്കുന്ന ജീവിതം നമുക്ക് എങ്ങനെയാണ് സാധ്യമാകുന്നത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. കർത്താവായ യേശു ക്രിസ്തു നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നതും നാം ആഗ്രഹിക്കുന്നതുമായ ഈ ഉന്നതമായ ജീവിതം നമുക്ക് സ്വയമായിട്ട് നേടിയെടുക്കാൻ കഴിയുന്നതല്ല എന്ന് മാത്രമല്ല, അത് നമ്മുടെ സ്വയമായിരിക്കുന്ന പ്രകൃതിക്ക് വിരുദ്ധമായിരിക്കുന്ന ആയിരിക്കുന്ന ഒരു കാര്യം കൂടെയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തമായിരിക്കുന്ന അധ്വാനം കൊണ്ട്, നമ്മുടെ നിശ്ചയദാർഢ്യം കൊണ്ട്, നമ്മുടേതായിരിക്കുന്ന തീരുമാനങ്ങൾ കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒന്നല്ല യഥാർത്ഥത്തിൽ ക്രിസ്തീയ ജീവിതം. അങ്ങനെ പറയുമ്പോൾ തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറയാം. നമ്മുടെ നിശ്ചയദാർഢ്യം കൊണ്ട്, നമ്മുടെ ശക്തമായിരിക്കുന്ന തീരുമാനങ്ങൾ കൊണ്ട്, നമ്മുടെ കഴിവുകൾ കൊണ്ട്, നമ്മുടെ ബലം കൊണ്ട് വിജയിക്കാൻ കഴിയുന്ന ഒന്നല്ല ക്രിസ്തീയ ജീവിതം. ഒരർത്ഥത്തിൽ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ തന്നെ പ്രകൃതിക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ബൈബിൾ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ ശത്രുക്കളെ സ്നേഹിക്കുക, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുക എന്നതൊന്നും സ്വാഭാവികമായിട്ട് മനുഷ്യ പ്രകൃതിയിൽ അനുസരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അതൊക്കെ തിരിച്ചു ചെയ്യാനുള്ള ഒരു പ്രവണതയാണ് പൊതുവെ വീണുപോയ മനുഷ്യന്റെ പ്രകൃതിയിലുള്ളത്. സ്വയത്തെ പകയ്ക്കുക എന്നുള്ളതല്ല, സ്വയത്തിന്റെ ഇഷ്ടമനുസരിച്ച്, പാപത്തിന്റെ അല്ലെങ്കിൽ ജഡത്തിന്റെ താല്പര്യം അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് വീണുപോയ നമ്മുടെയൊക്കെ ഒരു പ്രകൃതി. അതാണ് പാപപ്രകൃതിക്കനുസരിച്ച്, സ്വഭാവത്തിനനുസരിച്ച്, ആ ചിന്തകൾക്കനുസരിച്ച് സ്വാഭാവികമായി ജീവിക്കുക എന്നുള്ളൊരു പ്രകൃതിയാണ് മനുഷ്യന്റെ പ്രകൃതി എന്ന് പറയുന്നത്. ദൈവവചനം വെച്ചിരിക്കുന്ന ഉന്നതമായ നിലവാരത്തിൽ ജീവിക്കുന്ന ഒരു സ്വാഭാവിക പ്രകൃതി മനുഷ്യർക്ക് പൊതുവെ ഇല്ല എന്നുള്ളത് നമുക്കറിയാം. ഇപ്പൊ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടാതിരിക്കുക എന്നതല്ല, സകലത്തെയും കുറിച്ച് വിചാരപ്പെടുക എന്നതാണ് നമ്മുടെ സ്വാഭാവിക പ്രകൃതി. നമ്മൾ അങ്ങനെയാണ് ജീവിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് അതിനെക്കുറിച്ച് പറഞ്ഞത് എന്താണ്? എന്നിൽ എന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ.
എന്ന് പറഞ്ഞാൽ നമ്മള് ആഗ്രഹിച്ചാൽ പോലും നമുക്ക് സാധിക്കാത്ത വിധത്തിൽ നമ്മുടെ പാപപ്രകൃതി ഈ എന്താണ് ദൈവം ആഗ്രഹിക്കുന്ന ഉന്നത നിലവാരത്തിന് എതിരാണ്. അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഇതാണ് നമ്മുടെ സ്വഭാവ പ്രകൃതി. യാതൊരു നന്മയും വസിക്കാത്ത നമ്മെ എന്നാൽ വ്യത്യാസപ്പെടുത്തി പുതിയൊരു സ്വഭാവമുള്ള മനുഷ്യനാക്കി മാറ്റുക എന്നുള്ളതാണ് ദൈവത്തിന്റെ പരിപാടി എന്ന് പറയുന്നത്. നമ്മുടെ സ്വാഭാവിക പ്രകൃതിക്ക് വിരുദ്ധമായി ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ഉന്നതമായിരിക്കുന്ന ദൈവിക സ്വഭാവമുള്ള ആളുകളാക്കി നമ്മളെ രൂപപ്പെടുത്തുക എന്നുള്ള പരിപാടിയാണ് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ പരിപാടി, ദൈവത്തിന്റെ പദ്ധതി. അതാണ്. നമ്മൾ വീണുപോയ പ്രകൃതിയുള്ള മനുഷ്യരാണ്, പാപ സ്വഭാവമുള്ള മനുഷ്യരാണ്, ജഡത്തിന്റെ ചിന്തകളനുസരിച്ച് ജീവിച്ച മനുഷ്യരാണ്, ആ പ്രേരണ അനുസരിച്ച് മുന്നോട്ട് പോകാൻ താല്പര്യമുള്ള മനുഷ്യരാണ്. എന്നാൽ അങ്ങനെയുള്ള ആളുകളെ അടിസ്ഥാനപരമായി വ്യത്യാസപ്പെടുത്തി കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് നമ്മളെ അനുരൂപരാക്കി തീർക്കാനുള്ള പരിപാടിയാണ് ദൈവിക പരിപാടി എന്ന് പറയുന്നത്. അത് നമ്മുടെ സ്വന്തം ശക്തിയാൽ സാധിക്കില്ല. അപ്പൊ സ്വന്തം ശക്തി കൊണ്ട് ആത്മീക ജീവിതം അസാധ്യമായിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ സ്വയ തീരുമാനം കൊണ്ട്, നമ്മുടെ നിശ്ചയദാർഢ്യം കൊണ്ട് ക്രിസ്തീയ ജീവിതം നയിക്കാനായിട്ട് നമുക്ക് കഴിയുകയില്ല. അത് അസാധ്യമാണ്. അങ്ങനെ നയിക്കാൻ ശ്രമിക്കുന്നത് ഒരർത്ഥത്തിൽ പരമ അബദ്ധവുമാണ്. നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കില്ല. പിന്നെ എങ്ങനെയാണ് നമുക്കിത് സാധിക്കുക? ബൈബിളിൽ ഒരു വാക്യമുണ്ടല്ലോ, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. നമ്മിൽ വസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ മാത്രമേ നമുക്ക് പൂർണ്ണതയുള്ളൊരു ക്രിസ്തീയ ജീവിതം നയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്. ക്രിസ്തു എന്നിൽ വസിക്കുന്നത് മൂലം അവനുമായിട്ടുള്ള ബന്ധവും കൂട്ടായ്മയുമാണ് വിജയകരമായി ജീവിക്കാൻ എന്നെ സഹായിക്കുന്നതെന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. സ്വയശക്തിയാൽ എനിക്ക് സാധ്യമല്ലാത്ത കാര്യം കർത്താവായ യേശു ക്രിസ്തു എന്നിൽ വസിച്ചുകൊണ്ട് എന്നിൽ കൂടെ ചെയ്തെടുക്കുന്നു. അതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം. എനിക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ പരിശുദ്ധാത്മ സഹായത്താൽ എനിക്ക് ദാനം അത്രയാകുന്നതാണ്. പൗലോസ് അപ്പോസ്തലന്റെ പ്രാപ്തി ദൈവത്തിന്റെ ദാനമാകുന്നു. യേശുക്രിസ്തു ഒരിക്കൽ പറഞ്ഞു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. കർത്താവ് പറഞ്ഞത് ഇതിന്റെ വെളിച്ചത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവം ആഗ്രഹിക്കുന്ന നിലയിലുള്ള ഒരു ഉന്നതമായ ജീവിതം കർത്താവായ യേശുക്രിസ്തുവിനെ ഒഴിവാക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തെ അവഗണിച്ച് നമുക്ക് വിജയകരമായി നേടിയെടുക്കാനായിട്ട് സാധിക്കില്ല. കർത്താവായ യേശുക്രിസ്തു എന്നിൽ വസിച്ചുകൊണ്ട് എന്നിലൂടെ അവന്റെ ജീവിതം വെളിപ്പെടുത്തുന്നതാണ് യഥാർത്ഥത്തിൽ ക്രിസ്തീയ ജീവിതത്തിന്റെ മഹത്വം എന്ന് പറയുന്നത്. അതാണ് ക്രിസ്തീയ ജീവിതം. യേശുക്രിസ്തു എന്നിൽ ജീവിക്കുന്ന ജീവിതം എന്നല്ലേ പൗലോസ് പറഞ്ഞത്. അങ്ങനെയാണ് കർത്താവ് നമ്മിൽ ജീവിക്കുന്ന ജീവിതം. അതാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ ചെയ്യുന്നതായിരിക്കുന്ന പ്രവൃത്തി എന്ന് പറയുന്നത്. എന്റെ നിശ്ചയദാർഢ്യം കൊണ്ടും അനുസരിക്കാനുള്ള കഴിവ് കൊണ്ടും ഞാൻ അധ്വാനിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന വിശുദ്ധിയും നന്മയും അല്ല ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. മറിച്ച് കർത്താവായ യേശു ക്രിസ്തു നമ്മിൽ ചെയ്യുന്ന പ്രവൃത്തിയാണ്. പരിശുദ്ധാത്മാവ് നമ്മിൽ വ്യാപരിച്ച് ചെയ്യുന്നതായിരിക്കുന്ന പ്രവൃത്തിയാണ്. പരിശുദ്ധാത്മാവിന് നമ്മളെ തന്നെ എത്രത്തോളം നമ്മൾ വിധേയപ്പെടുത്തുന്നുവോ അത്രത്തോളം ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ വിജയകരമായിരിക്കുന്ന ജീവിതം നമ്മൾ അനുഭവിക്കും. യേശുക്രിസ്തുവിന് നമ്മളെ എത്രത്തോളം വിധേയപ്പെടുത്തുന്നുവോ അത്രത്തോളമാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം വിജയിച്ചു എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. കർത്താവായ യേശുക്രിസ്തു നമ്മിൽ ചെയ്യുന്ന പ്രവൃത്തിയാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുമ്പോഴും മനുഷ്യരായിരിക്കുന്ന നമുക്ക് എന്താണ് അതിനകത്ത് ഉത്തരവാദിത്വമുള്ളതെന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ട് വരാം. എനിക്കെന്താണ് ഇതിൽ ഉത്തരവാദിത്വം? ദൈവം ചെയ്തുകൊള്ളുമെന്ന് കരുതി നിഷ്ക്രിയരായിരിക്കണം എന്നാണോ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഇതിൽ എന്താണ് ഞാൻ ചെയ്യേണ്ടത്? നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്കും ചെയ്യേണ്ടതായിരിക്കുന്ന ഒരു വശമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിൽ ആശ്രയിക്കുക, സ്വയമായിട്ട് നമ്മളെ തന്നെ ദൈവത്തിന് കീഴ്പ്പെടുത്തി കൊടുക്കുക.
പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് നമ്മെ തന്നെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിനായിട്ട് നമ്മെ കീഴ്പ്പെടുത്തി കൊടുക്കുക. അതാണ് നമുക്ക് ചെയ്യാനുള്ളതായിരിക്കുന്ന ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. നമ്മുടെ ഉത്തരവാദിത്വം എന്താന്ന് ചോദിച്ചാൽ അതാണ്. ദൈവത്തിന് സ്വയം നമ്മളെ കീഴ്പ്പെടുത്തുക. ഈ വലിയ വേല നമ്മിൽ ചെയ്യുക എന്നുള്ളത് ദൈവത്തിന്റെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം ദൈവം വിശ്വസ്തമായിട്ട് ഒരു വീഴ്ചയും കൂടാതെ നിവർത്തിക്കും. എന്നാൽ നമ്മുടെ സ്വന്തം ഇച്ഛയ്ക്ക് വിരുദ്ധമായിട്ട് ദൈവം നമ്മിൽ ഒന്നും ചെയ്യുകയില്ല. നമ്മുടെ ഇച്ഛയ്ക്ക് വിരുദ്ധമായിട്ടല്ല ചെയ്യുന്നത്. നമ്മൾ നമ്മുടേതായിരിക്കുന്ന സ്വയ ഇച്ഛ നമ്മുടെ കർത്താവിന് കീഴ്പ്പെടുത്തി കൊടുക്കുക, പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുത്തി കൊടുക്കുക. നമ്മുടെ സ്വയ പരിശ്രമം കൊണ്ട് സാധിക്കാത്ത കാര്യം കർത്താവ് ചെയ്യുന്നതിന് നമ്മെ അവന്റെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്നതായിരിക്കുന്ന കാര്യം. അപ്പോഴാണ് നമ്മുടെ കർത്താവ് നമ്മിലൂടെ പ്രവർത്തിക്കാനായിട്ട് ആരംഭിക്കുന്നത്. പലപ്പോഴും നമ്മുടെ സ്വയ ഇച്ഛ കൊണ്ട് നമ്മൾ വിജയകരമായി ജീവിക്കാനുള്ള ശ്രമത്തിൽ നമ്മൾ പരാജയപ്പെടുകയാണ്. എന്നാൽ അതിന്റെ മറുവശം എന്ന് പറയുന്നത്, നമ്മുടെ സ്വയ പരിശ്രമം കൊണ്ട് സാധിക്കാത്ത ഏത് കാര്യവും കർത്താവ് ചെയ്യുന്നതിനായി നമ്മെ അവന്റെ കരങ്ങളിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുക, അവന് നമ്മളെ കീഴ്പ്പെടുത്തി കൊടുക്കുക. അപ്പോൾ അവന്റെ പ്രവൃത്തി നമ്മളിൽ ആരംഭിക്കും. എത്രത്തോളം നാം നമ്മിൽ വസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മെ തന്നെ കീഴ്പ്പെടുത്തി കൊടുക്കുന്നുവോ അത്രത്തോളം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മിൽ വ്യാപരിച്ച് ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് നമ്മളെ അനുരൂപരാക്കി തീർക്കും. രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ഏർപ്പെടുന്ന ഒരു കാര്യത്തില് മറ്റേയാളെ വിശ്വസിച്ചൊരു കാര്യം നമ്മൾ ഏൽപ്പിച്ചാൽ ആ വ്യക്തി ആ കാര്യം നിർവഹിക്കുമെന്ന് വിശ്വസിച്ച് സ്വന്തം ശ്രമങ്ങളിൽ നിന്ന് ഏൽപ്പിച്ച ആൾക്ക് പിന്മാറി നിൽക്കാം. താൻ ഏൽപ്പിച്ചതായിരിക്കുന്ന കാര്യം വിശ്വസ്തനായ സ്നേഹിതൻ നിറവേറ്റുമെന്ന് ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ വലിയ ആശ്വാസം നമുക്ക് തരുന്നതാണ്. ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്യുമെന്നുള്ള ആ ബോധ്യത്തിൽ നമ്മളെ തന്നെ നാം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക, പരിശുദ്ധാത്മാവിനെ വിധേയപ്പെടുത്തി കൊടുക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ നിയന്ത്രിക്കാനായിട്ട് നമ്മൾ അനുവദിക്കുക. അതുകൊണ്ട് മനുഷ്യരായ നമുക്ക് ചെയ്യാനായിട്ട് കഴിയുന്ന രണ്ട് കാര്യങ്ങൾ: ഒന്ന്, ദൈവത്തിൽ ആശ്രയിക്കുക; രണ്ട്, നമ്മെ തന്നെ ദൈവത്തിന് കീഴ്പ്പെടുത്തുക. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ പിന്നെ ഒരുപാട് കാര്യമൊന്നും നമ്മൾ ചെയ്യേണ്ടതായിട്ടില്ല. ആ രണ്ട് കാര്യങ്ങളാണ്: ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ താഴ്ത്തുക, വിനയപ്പെടുത്തുക. കർത്താവേ, ഞാനൊരു ബലഹീനനാണ്, എനിക്ക് സ്വന്തമായി പാപത്തെ ജയിക്കാനുള്ള കഴിവില്ല, ദൈവഹിതപ്രകാരം ജീവിക്കാനുള്ള ശക്തിയും ബലവും എനിക്കില്ല, അങ്ങ് എന്നിൽ വ്യാപരിക്കണം, പ്രവർത്തിക്കണം എന്ന് പറഞ്ഞ് ദൈവഹിതത്തിന് നമ്മളെ തന്നെ കീഴ്പ്പെടുത്തി കൊടുക്കുക. ആ ദൈവത്തിൽ പരിപൂർണമായിട്ടും ആശ്രയിക്കുക എന്നുള്ളത് തന്നെയാണ് വിജയ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇപ്പൊ കുശവനും കളിമണ്ണും തമ്മിലുള്ള ഒരു ഉദാഹരണം പറഞ്ഞാൽ, തന്നെ രൂപപ്പെടുത്തുവാനായിട്ട് കുശവന്റെ കയ്യിൽ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത കളിമണ്ണ് പോലെ ആയിരിക്കണം നമ്മള്. അങ്ങനെയുള്ള മണ്ണിന്റെ മേൽ കുശവൻ തന്റെ ഇഷ്ടം പോലെ പല കാര്യങ്ങളും ചെയ്യും. മണ്ണ് കുഴയ്ക്കും, വെള്ളമൊഴിക്കും, ചവിട്ടി മെതിക്കും, അച്ചില് രൂപപ്പെടുത്തും, വെയിലത്ത് വയ്ക്കും, തീയിലിടും. ചിലപ്പോ കൈ തൊടാതെ ദിവസങ്ങളോളം എവിടെയെങ്കിലുമൊക്കെ ഇട്ടു എന്ന് വരും. ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഉദ്ദേശിച്ച പാത്രമായിട്ട് കുശവന്റെ കയ്യിൽ ആ പാത്രം രൂപപ്പെടും, ആ മണ്ണ് രൂപപ്പെടും. അപ്പൊ ഇവിടെ വേല ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ മുഴുവനും കുശവനാണ് ചെയ്തത്. കളിമണ്ണ് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും കീഴ്പ്പെടുത്തി കൊടുക്കുകയും മാത്രമാണ് ചെയ്തത്. കുശവന്റെ കയ്യിൽ വഴങ്ങിക്കൊടുക്കുന്ന കളിമണ്ണിന് കുശവൻ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ആ ഒരു പാത്രം രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് സാധിക്കും. തന്നെത്താൻ ഒരു പാത്രമായി തീരാൻ കളിമണ്ണിന് സാധിക്കാത്തതുപോലെ വിശ്വാസികളായിരിക്കുന്ന നമുക്കും സ്വയമായ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഒരു പാത്രമായി തീരാൻ കഴിയില്ല. എന്നാൽ അങ്ങനെ ചെയ്യാനായിട്ട് കഴിവുള്ള ഒരുവന്റെ കയ്യിൽ ഏൽപ്പിച്ചപ്പോ മനോഹരവും ഉപയോഗത്തിന് യോഗ്യവുമായ ഒരു പാത്രമായി അത് രൂപപ്പെട്ടതുപോലെ ദൈവകരങ്ങളിൽ വിശ്വാസികളായിരിക്കുന്ന നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ സ്വർഗീയ കുശവന്റെ കയ്യിൽ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുമെങ്കിൽ തന്റെ ഉപയോഗത്തിന് കൊള്ളാവുന്ന ഒരു മാനപാത്രമായ ഒരു വിശുദ്ധ പാത്രമായിട്ട് നമ്മൾ രൂപപ്പെടും, നമ്മൾ മാറും, നമ്മൾ വ്യത്യാസപ്പെടും. അതാണ് ദൈവത്തിന്റെ വചനത്തിൽ നമ്മോട് പറയുന്നതായിരിക്കുന്ന കാര്യം. അത് ഒരു ദിവസം കൊണ്ടല്ല സാധിക്കുന്നതെന്ന് നമുക്കറിയാം. അവനിൽ പൂർണ്ണമായി ആശ്രയിക്കണം, അവനിൽ പൂർണ്ണമായി വിശ്വസിക്കണം,
അവനിൽ എപ്പോഴും ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയുടെ ജീവിതം കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ കർത്താവ് രൂപപ്പെടുത്തിയെടുക്കും. അതാണ് ദൈവത്തിന്റെ വചനത്തിൽ ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും അടിസ്ഥാന ഘടകമായിട്ട് പറയുന്നത്. നമുക്കറിയാം, ഒരിക്കൽ കർത്താവായ യേശു ക്രിസ്തു കവർന്നഹൂം എന്ന സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനായിട്ട് കർത്താവിന് സാധിച്ചില്ല. അവിടെ നമ്മൾ വായിക്കുന്നത് അവൻ അവിടെ ഒരത്ഭുതവും ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല എന്നാണ്. അത്ഭുതം ചെയ്യാൻ മനസ്സില്ല എന്നല്ല എഴുതിയിരിക്കുന്നത്, കർത്താവിന് കഴിഞ്ഞില്ലെന്നാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഒരു കുശവൻ എത്ര കഴിവുള്ളവനാണെങ്കിലും കളിമണ്ണ് അവന്റെ കയ്യിൽ വഴങ്ങിക്കൊടുക്കാത്തിടത്തോളം ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. യേശുക്രിസ്തുവിന്റെ കയ്യിൽ വഴങ്ങിക്കൊടുക്കാൻ, കീഴ്പ്പെടുത്തി കൊടുക്കാൻ തയ്യാറല്ലാത്തിടത്തോളം കർത്താവിന് എന്തെങ്കിലും നമ്മിൽ പ്രവർത്തിക്കാനായിട്ട് കഴിയില്ല. പരിശുദ്ധാത്മാവിന്റെ ഹിതത്തിന് നാം സ്വയം കീഴ്പ്പെടുത്തിയാൽ നമ്മുടെ ജീവിതം കർത്താവായ യേശു ക്രിസ്തുവിനോട് അനുദിനം അനുരൂപപ്പെട്ടുകൊള്ളും. അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. നമ്മൾ ഈ രക്ഷയുടെ കാര്യത്തിലൊക്കെ പറയുമ്പോൾ ആളുകൾ രക്ഷയ്ക്ക് വേണ്ടി ഒരുപാട് അധ്വാനിക്കുകയാണ്. എന്നാൽ ഒരധ്വാനവും ആവശ്യമില്ല എന്ന് നമ്മൾ പറയും. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മാത്രം മതി നമുക്ക് രക്ഷ ലഭിക്കുമെന്ന് പറയും. പ്രായോഗിക ക്രിസ്തീയ ജീവിതവും അത് തന്നെയാണ്. പ്രായോഗിക ക്രിസ്തീയ ജീവിതവും യേശു ക്രിസ്തുവിന്റെ കരങ്ങളിൽ നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലേക്ക് സ്വയമായി ഏൽപ്പിച്ചു കൊടുക്കുന്നതിനേക്കാൾ വിജയകരമായി ആ ജീവിതത്തിൽ വിജയിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. രക്ഷ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് തന്നെയല്ലേ? നമ്മുടെ പ്രവൃത്തി കൊണ്ട് നേടാൻ കഴിയാത്തൊരു കാര്യമാണ്. ദൈവം നമ്മിൽ ക്രിയ ചെയ്ത് ദൈവത്തിന്റെ ഇഷ്ടം നമ്മിലൂടെ നിവർത്തിച്ചെടുക്കുന്നതാണ് യഥാർത്ഥത്തിൽ രക്ഷ എന്ന് പറയുന്നത്. ആ രക്ഷയിൽ നമുക്കൊരു പങ്കുണ്ടോ എന്ന് ചോദിച്ചാൽ പങ്കുണ്ട്. ആ രക്ഷയിലുള്ള പങ്ക് നമ്മുടെ കർത്താവിന് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ വേലയിൽ, ദൈവവേലയിൽ നമുക്കുള്ള പങ്ക് എന്താണ് എന്ന് ചോദിച്ചാൽ, പങ്കാളിത്തം എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മളെ സ്വയമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. പങ്കാളിത്തം എന്നത് ഒന്നിലധികം പേർ ചേർന്ന് ചെയ്യുന്ന ഒരു കാര്യത്തിനാണല്ലോ സാധാരണ പറയുക. അതുപോലെ ദൈവവും മനുഷ്യനും പങ്കുകാരായി പല കാര്യങ്ങളും ചെയ്യുന്നതായിട്ട് ദൈവത്തിന്റെ വചനത്തിലുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ചെയ്യാൻ ദൈവം നമ്മളെ അനുവദിക്കും. നമ്മളിൽ നിന്ന് ദൈവം അത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ലാസറിനെ ഉയർപ്പിക്കാൻ ലാസറിന്റെ കല്ലറയ്ക്കൽ ചെന്നപ്പോൾ കർത്താവ് പറഞ്ഞു കല്ലുരുട്ടി മാറ്റാനായിട്ട് പറഞ്ഞു. അത് ചെയ്യേണ്ടത് ആരാണ്? അവിടെ നിന്നതായിരിക്കുന്ന മനുഷ്യരാണ്. കർത്താവ് ഉയർപ്പിച്ചതിന് ശേഷം പറഞ്ഞു കെട്ടഴിക്കൂ എന്ന് പറഞ്ഞു. അവൻ പോകട്ടെ എന്ന് പറഞ്ഞു. കെട്ടഴിക്കേണ്ടത് ആരാണ്? അവിടെ നിന്ന് മനുഷ്യരാണ്. അപ്പൊ അതെന്തിനാ കർത്താവ് അങ്ങനെ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞത് എന്താണ്? ഇതെല്ലാം കർത്താവിന് ഒരു വാക്കുകൊണ്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. കല്ലുരുട്ടി മാറ്റാനും കെട്ടഴിക്കാനും ഒക്കെ കർത്താവിന് സാധിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ മനുഷ്യരാൽ ചെയ്യാൻ കഴിയുന്ന കാര്യം ചെയ്യുവാനായിട്ട് ദൈവം അവനെ അനുവദിക്കുകയാണ്. അവന് കഴിയാത്ത കാര്യം ഉയർപ്പിക്കുക എന്നുള്ളതാണ്. അത് കർത്താവായ യേശു ക്രിസ്തുവാണ് ചെയ്യുന്നത്. യേശു ക്രിസ്തു ആ കാര്യം എന്ത് ചെയ്യുന്നു. അപ്പൊ ക്രിസ്തുവിന് കല്ലു മാറ്റാൻ കഴിവില്ലാഞ്ഞിട്ടല്ല, ആ കാര്യത്തിൽ മനുഷ്യന്റെ പങ്കാളിത്തം കർത്താവ് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. നമ്മെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കർത്താവ് ആ കാര്യം ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ക്രിസ്തീയ ജീവിതവും, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ പങ്കാളിത്തം കർത്താവ് പ്രതീക്ഷിക്കുന്നുണ്ട്. ചെയ്യുന്നതൊക്കെ കർത്താവ് ആണെങ്കിലും നമ്മുടെ ഒരു പങ്കാളിത്തം. കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതായിരിക്കുന്ന സംഭവം നമുക്കറിയാം. ഒരു ബാലകന്റെ കയ്യിലിരുന്ന് 5 അപ്പം വാങ്ങിയാണ് കർത്താവ് 5000 പേരെ പോഷിപ്പിച്ചത്. കർത്താവിന് അത് തന്നെയല്ല, അത് 5000 പേർക്ക് ഉള്ള അപ്പം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വിളമ്പാൻ കൊടുത്തത് ശിഷ്യന്മാരുടെ കയ്യിലാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലവും സൃഷ്ടിച്ചവന് ഈ 5 അപ്പവും കൂടെ ഉണ്ടാക്കാൻ വല്ല പ്രയാസം ഉണ്ടായിട്ടാണ്? എന്ന് പറഞ്ഞാൽ മാനുഷിക ഉപാധികളെയും നമ്മുടെ പങ്കാളിത്തത്തെയും ഒക്കെ ദൈവം തന്റെ പ്രവർത്തനങ്ങളിൽ ഉപയോഗിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. 5 അപ്പം വർദ്ധിപ്പിക്കുവാനായിട്ട് മനുഷ്യർക്ക് കഴിയില്ല. മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ മനുഷ്യർക്ക് കഴിയും. ദൈവം നമുക്ക് കഴിയുന്നതായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ടാണ് ദൈവം തമ്മില് കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. അപ്പൊ ആ ബാലൻ വീട്ടിൽ ചെന്ന് പറയുകയാണ്, ഞാനും യേശു കർത്താവും കൂടി 5000 പേർക്ക് അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിൽ ഒരു യാഥാർത്ഥ്യം അതിനകത്തുണ്ട്. അതിനകത്ത് തെറ്റൊന്നുമില്ല പറയുന്നതിൽ.
അതിൽ അഹങ്കരിക്കാനൊന്നുമില്ലെങ്കിലും ആ പദവി അവനും കൂടെ നൽകാനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇഷ്ടപ്പെട്ടു. ശിഷ്യന്മാരെ സംബന്ധിച്ചും അങ്ങനെയാണ്. അവരാണ് അത് വിളമ്പിക്കൊടുത്തത്. അവരെ അതിൽ ഉൾപ്പെടുത്താനായിട്ട് കർത്താവ് ഇഷ്ടപ്പെട്ടു. അപ്പൊ ആ നിലയിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ നമ്മുടെ കുഞ്ഞു കുട്ടികള് നമ്മൾ വീട് അടിച്ചു വാരുകയും വീട്ടിലെ സാധനങ്ങളൊക്കെ അടുക്കിപ്പെറുക്കി വെക്കുകയൊക്കെ ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾ നമ്മളോട് ചേർന്ന് ആ ജോലിയിലൊക്കെ പങ്കെടുക്കും. അത് അവർക്ക് വലിയ സന്തോഷമാണ്. അവരെ നമ്മുടെ ഈ ജോലിയിൽ പങ്കെടുപ്പിക്കുന്നത് നമുക്കും വലിയ സന്തോഷമാണ്. അതുപോലെ തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തു ആണ് നമ്മില് ഈ വലിയ വേല ചെയ്യുന്നതെങ്കിലും ആ വേലയിൽ നമുക്കുള്ള പങ്കാളിത്തം കർത്താവ് എപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പങ്കാളിത്തം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മൾ സ്വയമായി കർത്താവിന് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക, കീഴ്പ്പെടുത്തി കൊടുക്കുക, വിധേയപ്പെടുത്തുക എന്നിത്യാദി കാര്യങ്ങൾ ആണ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത്. അവനോട് മത്സരിക്കാതിരിക്കുക, അവനോട് എതിർക്കാതിരിക്കുക, പുറംതിരിയാതിരിക്കുക. ദൈവത്തിന്റെ ഹിതം എന്താണോ അതിന് നമ്മളെ വിധേയപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ കർത്താവ് നമ്മിൽ ആ കാര്യങ്ങൾ എന്ത് ചെയ്യും? ചെയ്തെടുക്കും. അതൊരു പക്ഷേ വളരെ പ്രയാസമേറിയ സാഹചര്യമായിരിക്കും, കഷ്ടത നിറഞ്ഞതായിരിക്കും, ബുദ്ധിമുട്ടുകളുടെ വഴിയായിരിക്കും. പക്ഷെ ദൈവത്തിന്റെ ഹിതം അതാണെങ്കിൽ നമ്മളെ തന്നെ കീഴ്പ്പെടുത്തി കൊടുക്കുമ്പോൾ ആ കീഴ്പ്പെടുത്തി കൊടുക്കുന്ന ആളെ വിജയകരമായ ആ രംഗങ്ങളിലൊക്കെ മുന്നോട്ട് നയിക്കാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അഥവാ കർത്താവായ യേശു ക്രിസ്തു അവനെ സഹായിക്കുന്നു എന്നുള്ളതാണ് വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. ആ വാക്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യം, പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്താതെ ഇരിക്കണമെന്നല്ല പറഞ്ഞത്, നടത്തുകയില്ലല്ലോ എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമായിട്ടല്ല പറഞ്ഞത്. നമ്മുടെ ഉത്തരവാദിത്വം ഇത്രയേ ഉള്ളൂ: നമ്മൾ കൃപയ്ക്ക് അധീനരാണെങ്കിൽ പാപം നമ്മളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. ന്യായപ്രമാണത്തിന് അധീനരായാൽ പാപം കർത്തൃത്വം നടത്തുമെന്നാണ്. കൃപയ്ക്ക് അധീനരായാൽ പാപം കർത്തൃത്വം നടത്തുകയില്ല എന്നാണ് അതിന്റെ അർത്ഥം. കൃപ എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം നമുക്കറിയാം, അർഹിക്കാത്ത ആനുകൂല്യം. അങ്ങനെ ഒരു അർത്ഥം അതിനുണ്ട്. എന്നാൽ മറ്റൊരർത്ഥവും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തോട് ബന്ധപ്പെടുത്തി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് നമ്മെ ശക്തിപ്പെടുത്തുന്ന ദൈവസഹായം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. 2 കൊരിന്ത്യർ 12-ാമത്തെ വാക്യത്തിലെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ജഡത്തിലെ ശൂലം മാറിപ്പോകാനായിട്ട് പ്രാർത്ഥിച്ചപ്പോൾ എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. കൃപ എന്ന് പറഞ്ഞാൽ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തിയാണ്. പൗലോസ് അപ്പോസ്തലൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, ഞാൻ ആകുന്നത് കൃപയാലാകുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഈ നിലയിലായിരിക്കുന്നത് ദൈവം എന്നെ ബലപ്പെടുത്തി ആ സ്ഥാനത്ത് കൊണ്ടുവന്നതിനാലാണ്, ആക്കിയതിനാലാണ്. ഞാൻ ആകുന്നത് ദൈവ കൃപയാലാണ്. കൃപയ്ക്ക് അധീനരായവരിൽ പാപം കർത്തൃത്വം നടത്തുകയില്ല. കാരണം ദൈവം കൃപയാൽ പാപത്തെ അതിജീവിക്കാനുള്ള കഴിവ്, ശക്തി ആ വ്യക്തിക്ക് നൽകുന്നു എന്നാണ് അതിന്റെ അർത്ഥം. കൃപയ്ക്ക് അധീനരായിരിക്കുന്ന വ്യക്തിക്ക് പാപത്തെ അതിജീവിക്കാനുള്ള ശക്തി ദൈവം നൽകുന്നു, അതിനുള്ളതായിരിക്കുന്ന ബലം നൽകുന്നു. ന്യായപ്രമാണത്തിന് അധീനരായവരിൽ പാപം കർത്തൃത്വം നടത്തും. കാരണം എന്താ? ന്യായപ്രമാണം കുറവുള്ളതായിരുന്നു എന്ന് ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എബ്രായലേഖനം 8:7 വായിക്കുന്നു, ന്യായപ്രമാണം കുറവുള്ളതായിരുന്നു. കുറവെന്നതുകൊണ്ട് തെറ്റുണ്ടെന്നുള്ള അർത്ഥത്തിലല്ല, അപര്യാപ്തമായിരുന്നു. മനുഷ്യനെ രക്ഷിക്കുവാൻ, മനുഷ്യനെ വിജയകരമായ ജീവിതത്തിലേക്ക് നടത്തുവാൻ അത് അപര്യാപ്തമാണ്. ദൈവം പ്രതീക്ഷിച്ച കാര്യങ്ങളെ നിവർത്തിക്കാൻ അത് പര്യാപ്തമായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ന്യായപ്രമാണം പാപത്തെക്കുറിച്ച് മനുഷ്യരെ ബോധവാന്മാരാക്കുന്നുണ്ടെങ്കിലും അതിന്റെ വഴികളിൽ നടക്കാനുള്ള ശക്തി, കഴിവ് ന്യായപ്രമാണം മനുഷ്യർക്ക് നൽകിയില്ല. നിയമങ്ങൾ മനുഷ്യരോട് പറഞ്ഞപ്പോ ആ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാനുള്ള ശക്തി, കഴിവ് ന്യായപ്രമാണത്തിന് നൽകാൻ കഴിയുകയില്ലായിരുന്നു. അതിനുള്ള സഹായം ചെയ്തില്ല. അതാണ് അതിന്റെ കുറവെന്ന് പറയുന്നത്. അതാണ് അതിന്റെ ഏറ്റവും വലിയ ബലഹീനത എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ഒരു ദേവദാസൻ പറഞ്ഞത്, ന്യായപ്രമാണം എന്നോട് ഓടുവാൻ പറയുന്നു, പക്ഷേ കാലുകൾ തരുന്നില്ല. കൃപ എന്നോട് പറക്കുവാൻ പറയുന്നു, പക്ഷെ ചിറകുകൾ തരുന്നു എന്നാണ്.
അതാണ് ന്യായപ്രമാണവും കൃപയും തമ്മിലുള്ളതായിരിക്കുന്ന വ്യത്യാസം. അറബിക്കടലിലൂടെ നീന്തിയാൽ അമേരിക്കയിൽ എത്താം എന്ന് ആർക്കും പറയാം. പക്ഷെ അങ്ങനെ നീന്താനുള്ള കഴിവുണ്ടോ എന്ന് ചോദിച്ചാൽ കഴിവില്ല. അപ്പൊ അങ്ങനെ നിയമം അതാണ് ചെയ്തത്. എന്നാൽ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച്, കൃപയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവന് വിജയകരമായി ജീവിക്കാൻ സാധിക്കും. കാരണം അതുകൊണ്ടാണല്ലോ പറഞ്ഞത്, കൃപ എന്ന് പറയുന്നത് യേശുക്രിസ്തു മുഖാന്തരമാണ് വന്നത്. ക്രിസ്തുവിലുള്ളവർക്കാണ് ഈ കൃപ എന്ത് ചെയ്യുന്നത്? ലഭിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിലേക്ക് വന്ന ആളുകൾക്ക് വിജയകരമായി ജീവിക്കാൻ ആവശ്യമായിരിക്കുന്ന ശക്തി, ബലം ഈ കൃപ അവർക്ക് പകർന്ന് നൽകുന്നു. നാം കൃപയ്ക്ക് അധീനരായിരിക്കുന്നു എങ്കിൽ ഏത് വിധത്തിലുള്ള പാപവും, കോപമോ അസൂയയോ ദ്രവ്യാഗ്രഹമോ ക്ഷമയില്ലായ്മയോ പിന്നെ എന്താണ് ഭിന്നതയോ കലഹമോ കോപമോ എല്ലാ പാപത്തെയും, ഏത് തരത്തിലുള്ളതായിരിക്കുന്ന പാപമായിക്കൊള്ളട്ടെ, അതിനെ അതിജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഒന്നും നമ്മുടെ മേൽ കർത്തൃത്വം നടത്തുകയില്ല. അതാണ് കൃപയ്ക്ക് അധീനരായിരിക്കുന്ന ആളുകളുടെ വിജയകരമായ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ കൃപയുടെ പ്രമാണം തന്നവൻ തന്നെ അത് പ്രവർത്തിക്കാനുള്ളതായിരിക്കുന്ന ശക്തി നമുക്ക് നൽകുന്നു എന്നുള്ളതാണ്. ബലം നമുക്ക് തരുന്നു, വിജയിക്കാനുള്ള കഴിവും നമുക്ക് തരുന്നു. ക്രിസ്തുവിലേക്ക് ഒരാൾ വരുമ്പോ ഉള്ള ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടൊരു കാര്യം അതാണ്. മോശ മൂലം ന്യായപ്രമാണം നൽകിയെങ്കിലും അത് പാലിക്കാനുള്ള ശക്തി അവർക്ക് നൽകിയില്ല. ക്രിസ്തു മൂലം പുതിയ നിയമം നമുക്ക് നൽകി, എന്നാൽ അത് പാലിക്കാനുള്ളതായിരിക്കുന്ന ശക്തിയും കർത്താവ് നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നു? തന്നിരിക്കുന്നു. യേശു ക്രിസ്തു നടന്നതുപോലെ നടക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതിനെക്കുറിച്ച് ദേവദാസൻ പറഞ്ഞത്, വൈക്കോൽ നൽകാതെ ഇഷ്ടിക ഉണ്ടാക്കാൻ പറയുന്ന ഫറവോനെ പോലെയാണ് ന്യായപ്രമാണം. അങ്ങനെയാണ്, ഇഷ്ടിക ഉണ്ടാക്കണം, നിയമം അനുസരിച്ച് ആളുകൾ ജീവിക്കണം. പക്ഷെ എങ്ങനെ ജീവിക്കും? അതിനുള്ളതായിരിക്കുന്ന കഴിവുണ്ടോ, ശക്തിയുണ്ടോ, ബലമുണ്ടോ? നമ്മിൽ അതിനുള്ളതായിരിക്കുന്ന യാതൊരു പ്രാപ്തിയില്ല. പൗലോസ് പറഞ്ഞതാണ്, ഒരു നന്മയും എന്നിലില്ല. എന്നാൽ യേശു ക്രിസ്തുവിൽ ഒരാൾ വിശ്വസിക്കുമ്പോൾ, കർത്താവായ യേശു ക്രിസ്തു നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ, അങ്ങനെ സ്നേഹിക്കുവാൻ ആവശ്യമായിരിക്കുന്ന ശക്തിയും ബലവും ആ വിശ്വാസിക്ക് കർത്താവ് നൽകിക്കൊണ്ടാണ് അത് പറയുന്നത്. 38 ആണ്ട് രോഗിയായി കുളക്കരയിൽ കിടന്ന മനുഷ്യനോട് കിടക്കയെടുത്ത് നീ വീട്ടിലേക്ക് പോകുക എന്ന് കർത്താവ് കൽപ്പിച്ചപ്പോൾ അത് എടുത്തു പോകാനുള്ളതായിരിക്കുന്ന ശക്തിയും കൂടെ ആ മനുഷ്യന് കൊടുത്തുകൊണ്ടാണ് അങ്ങനെ കൽപ്പിക്കുന്നത്. വെറുതെ ഒരു കൽപ്പന പറയുമല്ല. നമുക്കൊക്കെ പറ്റുന്ന കുഴപ്പം എന്താ? നമ്മൾ ആളുകളോട് കൽപ്പിക്കും, പക്ഷേ കൽപ്പിച്ചാൽ അത് അനുസരിക്കാനുള്ള ശക്തി കൊടുക്കാനുള്ള കഴിവ് നമുക്കില്ല. അത് കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ ഉള്ളൂ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് മാത്രമേ ഉള്ളൂ. ഇസ്രായേൽ മക്കളെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്, ന്യായപ്രമാണമൊക്കെ അവർ കേട്ട് കഴിഞ്ഞപ്പോൾ അവരെ അതിനോട് പ്രതികരിച്ചത്, ഞങ്ങൾ ഈ പ്രമാണമൊക്കെ അനുസരിച്ച് ജീവിക്കും എന്നാണ് അവർ പറഞ്ഞത്. പലതവണ അത് ആവർത്തിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് ഞങ്ങൾ ജീവിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ അവർക്ക് അത് പാലിക്കാനായി സാധിച്ചില്ല, അതനുസരിക്കാനായിട്ട് കഴിഞ്ഞില്ല. അവര് 1500 വർഷങ്ങൾ അതനുസരിക്കാനായിട്ട് ശ്രമിച്ചെങ്കിലും അതനുസരിച്ച് ജീവൻ പ്രാപിക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല. അതനുസരിച്ച് വിശുദ്ധരായി മാറാൻ അവർക്ക് കഴിഞ്ഞില്ല. അവർ അതിൽ പരാജയപ്പെട്ടു. അതുകൊണ്ട് പഴയ നിയമത്തിൽ തന്നെ ദൈവം ഇസ്രായേൽ മക്കളോട് പറയുന്നതായിരിക്കുന്ന വാഗ്ദത്വമുണ്ട്. ദൈവം ചെയ്യാൻ പോകുന്ന കാര്യം മുൻകൂട്ടി അവരെ അറിയിച്ചിരുന്നു എന്ന് നമുക്കറിയാം. യെഹെസ്കേൽ പ്രവചനം 36 അധ്യായം അതിന്റെ 25 മുതൽ 20 വായിച്ചു നോക്കിയാൽ, ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ നിയമം തരുമെന്നാണ്. ഒരു പുതിയ ആത്മാവിനെ ഞാൻ നിങ്ങൾക്ക് തരും, എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ആക്കുമെന്നാണ്. ഞാൻ നിർമ്മല ജലം തളിക്കും, ഞാൻ നിങ്ങളുടെ മലിനതയെ നീക്കും, ഞാൻ പുതിയ ഹൃദയം നിങ്ങൾക്ക് തരും, ഞാൻ പുതിയൊരു ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും, ഞാൻ നിങ്ങളെ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. അങ്ങനെയാണ് ആ ഭാഗത്ത് പറയുന്നത്. ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് പറഞ്ഞാൽ, അവർക്ക് കൽപ്പന കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഇതെല്ലാം അനുസരിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ പ്രമാണിച്ചു കൊള്ളാമെന്നും അവർ പറഞ്ഞു. പക്ഷെ അവരതിൽ പരാജയപ്പെട്ടു പോയി. എന്നാൽ പുതിയ നിയമത്തിൽ പറയുന്നത് അങ്ങനെയല്ല, എല്ലാം ഞാൻ ചെയ്യുമെന്നാണ്. ഞാൻ നിർമ്മല ജലം നിങ്ങളുടെ മേൽ തളിക്കും, ഞാൻ മലിനതയെ നീക്കും, ഞാൻ പുതിയ ഹൃദയം തരും, ഞാൻ പുതിയ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും, ഞാൻ നിങ്ങളെ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നിങ്ങൾ ചെയ്യണമെന്നല്ല പറഞ്ഞത്, ഞാൻ എല്ലാം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുമെന്നാണ്. അപ്പൊ ദൈവം ചെയ്യുന്നതായിട്ടാണ് പറയുന്നത്.
ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 15-16 വാക്യങ്ങളോ നമുക്ക് കാണാം. പുതിയ നിയമത്തിൽ അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നു. പുതിയ നിയമത്തിന് കീഴിൽ നാം ചട്ടങ്ങളിൽ നടക്കാനായിട്ട് കഴിവുള്ളവരാണെന്നല്ല, നമ്മെ അവന്റെ ഇഷ്ടപ്രകാരം നടത്തും. നടക്കാൻ നമുക്ക് കഴിവുണ്ട് എന്നതിനേക്കാൾ ഉപരി ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം അവന്റെ ചട്ടങ്ങളിൽ നാം നടക്കുമാറാക്കും. നമ്മളെ അങ്ങനെ ആക്കുമെന്നാണ്, അങ്ങനെ ആക്കി തീർക്കും. അപ്പോൾ ബലഹീനരായിരിക്കുന്ന നമ്മെ ശക്തീകരിക്കുന്ന, നടക്കാൻ കഴിയാത്തവരെ നടക്കുമാറാക്കുന്ന ദൈവത്തിന്റെ കൃപ നമുക്ക് ലഭിക്കും. അതാണ് പുതിയ നിയമകാലത്തുള്ള ക്രിസ്തീയ ജീവിതത്തിന്റെ മഹത്വം എന്ന് പറയുന്നത്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ സ്വയം നടക്കുന്നതല്ല, ജീവിക്കുന്നതല്ല, ദൈവം നമ്മളെ നടത്തുന്നതാണ്. പരിശുദ്ധാത്മാവ് നമ്മെ നടത്തുന്നതാണ്. അതാണ് ക്രിസ്തീയ ജീവിതം. അതാണ് ക്രിസ്തീയ ജീവിതം. അതിനുള്ള ദൈവത്തിന്റെ ക്രമീകരണം എന്താണ്? ദൈവത്തിന്റെ ക്രമീകരണം, ദൈവാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. എൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിലാക്കും, എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും എന്നതാണ് അതിനുള്ള ദൈവത്തിന്റെ ക്രമീകരണം എന്ന് പറയുന്നത്. ന്യായപ്രമാണം പ്രാധാന്യം നൽകുന്നത് ബാഹ്യമായിരിക്കുന്ന പ്രവൃത്തികൾക്കും കർമാചാരങ്ങൾക്കുമാണെങ്കിൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ആന്തരിക വിശുദ്ധിക്കും ആത്മീകമായ പ്രവർത്തനങ്ങൾക്കുമാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ജഡത്തിന്റെ പ്രവൃത്തികളെന്നും ആത്മാവിന്റെ പ്രവൃത്തികളെന്നുമാണ് പറയുന്നത്. ഈ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ തന്നെ മാനുഷിക ഊർജത്താൽ, മാനുഷിക ശക്തിയാൽ വെളിപ്പെടുത്തുന്ന കാര്യമാണ്. എന്നാൽ ആത്മാവിന്റെ ഫലം എന്നല്ലേ പറയുന്നത്? ദൈവാത്മാവ് പ്രവർത്തിച്ച് നമ്മിൽ ഉളവായി വരുന്ന ഫലങ്ങളാണ്. അപ്പോ ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കി ആന്തരികമായിരിക്കുന്ന സ്വഭാവ രൂപാന്തരമാണ് ദൈവം നമ്മിൽ വരുത്തുന്നത്. കേവലം പുറമേ കാണുന്ന ചില മതപരമായിരിക്കുന്ന ബാഹ്യ മാറ്റങ്ങളല്ല. ആന്തരികമായി നമ്മുടെ ഉള്ളിൽ, നമ്മുടെ സ്വഭാവത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യത്യാസങ്ങൾ വരുത്തുന്നു എന്നുള്ളതാണ്. എബ്രായ ലേഖനം 13-12 വായിക്കുന്നത്, ദൈവം യേശുക്രിസ്തു മുഖാന്തരം തനിക്ക് പ്രസാദമുള്ളത് നമ്മിൽ നിവർത്തിക്കും. അങ്ങനെയാണ്. ദൈവം യേശുക്രിസ്തു മുഖാന്തരം തനിക്ക് പ്രസാദമുള്ളത് നമ്മിൽ നിവർത്തിക്കും. ഫിലിപ്പി ലേഖനം 2-13 വായിക്കുന്നത്, ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. ഇവിടെ പറയുന്ന രണ്ട് കാര്യങ്ങളും ദൈവം ചെയ്യുന്നു എന്നാ പറയുന്നത്. എന്താണ്? ഒന്ന്, ഇച്ഛിക്കുക, ദൈവ വഴിയിൽ നടക്കാനുള്ള ആഗ്രഹം. രണ്ട്, പ്രവർത്തിക്കുക, അപ്രകാരം നടക്കാനുള്ള കഴിവ്. ഇത് രണ്ടും ദൈവം ചെയ്യുമെന്നാണ്. ദൈവത്തിന്റെ വഴിയിൽ നടക്കാനുള്ളതായിരിക്കുന്ന ആഗ്രഹം നമുക്ക് ദൈവം തരും. മാത്രമല്ല, പ്രവർത്തിക്കാനുള്ളതായിരിക്കുന്ന കഴിവ്, ശക്തി, അതും നമുക്ക് നൽകും. അതാണ് ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും ദൈവമല്ലോ തിരുമുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നതെന്നാണ്. അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. അപ്പൊ അത് രണ്ടും ദൈവം നമ്മിൽ ചെയ്യുന്ന കാര്യമാണ്. ഇത് സാധിപ്പിക്കുന്നത് നമ്മിൽ വസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം വഴിയാണ്. അതാണ് ഈ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുക എന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത്. അപ്പൊ എന്നെ സഹായിക്കുന്ന, ശക്തിപ്പെടുത്തുന്ന, എന്നെ തുണയ്ക്കുന്ന ഒരുവൻ എന്നോട് കൂടെ ഉണ്ട്. അവൻ സകല സത്യത്തിലും നമ്മളെ വഴി നടത്തും. അവൻ എന്നിൽ വസിക്കുന്നു. നമ്മെ വീഴാതെ സഹായിക്കാനായിട്ട് പരിശുദ്ധാത്മാവിന് കഴിയും. അവന് കീഴ്പ്പെട്ട് ജീവിക്കാനുള്ള മനസ്സോടെ എപ്പോഴും അവന് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു അനുഭവം, ആ ഒരു ജീവിത സ്വഭാവം നമ്മളിൽ ഉണ്ടെങ്കിൽ വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നമുക്ക് സാധ്യമാണ്. അതിന് യാതൊരു സംശയമില്ല. വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം സാധ്യമാണ്. പലപ്പോഴും നമ്മുടെ സ്വയത്തിനും നമ്മുടെ സ്വയ താല്പര്യങ്ങൾക്കുമൊക്കെ വിധേയപ്പെട്ട് ദൈവഹിതത്തിന് കീഴ്പ്പെടുത്തി കൊടുക്കാൻ പലപ്പോഴും നമ്മുടെ ഇച്ഛാശക്തി കൊണ്ട് നമുക്ക് മനസ്സില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ വിജയത്തിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കാതെ വരുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതം വിജയകരമായ ഒരു ജീവിതമാണ്. ആ വിജയകരമായ ജീവിതത്തിന് സ്വയം നമ്മെ തന്നെ ദൈവത്തിന് കീഴ്പ്പെടുത്തി നമ്മൾ കൊടുക്കുമ്പോൾ, സ്വയം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ അനുഗ്രഹീതമായിരിക്കുന്ന ഒരു ജീവിതം അവൻ നമ്മില് പണിതെടുക്കും. അപ്പോൾ നമുക്ക് പാപം ചെയ്യേണ്ടി വരികയില്ല. പാപം ചെയ്തേ തീരൂ എന്ന ഒരു അടിയന്തര ഘട്ടവും ദൈവഹിത പ്രകാരം ജീവിക്കുന്ന ദൈവമക്കൾക്ക് വരികയില്ല. അതിന് ദൈവം അനുവദിക്കുകയില്ല.
അതാണ് ദൈവത്തിന്റെ ഹിതപ്രകാരം ജീവിക്കാൻ തീരുമാനിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ദൈവം നൽകുന്നതായിരിക്കുന്ന അനുഗ്രഹം എന്ന് പറയുന്നത്. ഇത് ഇത്രയും പറയുമ്പോൾ ഒരു തെറ്റിദ്ധാരണ സ്വാഭാവികമായിട്ട് വരാം. ഒരിക്കലും പാപം ചെയ്യാൻ കഴിയാത്ത, പരീക്ഷകൾ ഉണ്ടാകാത്ത പാപരഹിത പൂർണ്ണത നമ്മൾ പ്രാപിക്കുമോ എന്നതിനെ സംബന്ധിച്ചാണ് ആ തെറ്റിദ്ധാരണ വരിക. അനേക ദുരുപദേശങ്ങൾ ആ ചിന്താഗതിയിൽ ഉണ്ടായിട്ടുണ്ടെന്നും നമുക്കറിയാം. എന്നാൽ പുതിയ നിയമം അങ്ങനെ പഠിപ്പിക്കുന്നില്ല. നമ്മൾ ജഡത്തിൽ വസിക്കുന്നിടത്തോളം കാലം പാപം ചെയ്യാനായിട്ട് കഴിയാത്തൊരവസ്ഥ നമുക്ക് വരുന്നില്ല. പാപം ചെയ്യാതെ ജീവിക്കുക എന്ന് പറയുമ്പോൾ പരീക്ഷകളുടെ മേൽ വിജയം വരിച്ച് പരീക്ഷകൾക്ക് കീഴ്പ്പെടാതെ ജീവിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അതിന് നമ്മില് വസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും. നമ്മൾ ജീവിക്കുന്നത് ദൈവാത്മാവിനാണ് ആണെങ്കിൽ, ആത്മാവിനാലാണെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക എന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്ന കാര്യം യഥാർത്ഥത്തിൽ അതാണ്. ന്യായപ്രമാണം അനുസരിച്ചും ജഡത്തെ അനുസരിച്ചുമല്ല നമ്മൾ ജീവിക്കേണ്ടത്. നമ്മിൽ വസിക്കുന്ന, നമുക്ക് ജീവൻ നൽകിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടവും താല്പര്യവും അനുസരിച്ച് ജീവിക്കുവാനായിട്ട് നമ്മളെ തന്നെ ദൈവാത്മാവിന്റെ ആ ബലത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ വിജയകരമായ ഒരു ജീവിതം നമുക്ക് സാധ്യമാണ്. നമ്മുടെ സംസാരത്തിലും ചിന്തയിലും വാക്കുകളിലും നോട്ടത്തിലും പെരുമാറ്റത്തിലും പ്രവർത്തനങ്ങളിലും എല്ലാം അടിസ്ഥാനപരമായിരിക്കുന്ന വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ വരുത്താൻ ദൈവത്തിന് കഴിയും. ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യം ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കുക, വിധേയപ്പെടുത്തി കൊടുക്കുക. കർത്താവെ, എന്നെ സഹായിക്കണം. നമ്മുടെ ബലഹീനതകളെ കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടായിരിക്കുക. നമ്മുടെ ശക്തിയെ കുറിച്ചല്ല, നമ്മുടെ ബലഹീനതകളെ കുറിച്ച്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ബലഹീനതയിൽ ഞാൻ ശക്തനാണെന്ന് പറഞ്ഞു. ആ ബലഹീനതയിൽ ശക്തനാക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക്, നമ്മിൽ വസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലേക്ക് നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കുകയും ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമ്മെ രൂപപ്പെടുത്തിയെടുക്കുവാൻ അവന് സാധിക്കും. അതാണ് ക്രിസ്തീയ ജീവിതം. അത് അങ്ങനെ ആ ജീവിതത്തിന് മാത്രമേ നമുക്ക് വിജയിക്കാനായിട്ട്, ആ വഴിയിലൂടെ മാത്രമേ നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. വലിയവനായിരിക്കുന്ന ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ വലിയ സാധ്യത ദൈവം നമുക്ക് ഈ ഭൂമിയിൽ തന്നിട്ടുണ്ട്. അത് ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുവാൻ നമ്മൾ ഈ നിലയിൽ ദൈവകരങ്ങളിലേക്ക് തുടർന്നുള്ള നാളുകളിലും നമുക്ക് നമ്മെ തന്നെ താഴ്ത്തി കൊടുക്കാം, ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം അത്ഭുതകരമായി നമ്മെ വിജയത്തിലേക്ക് നടത്തും. അതിനായി ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുകയാണ്. വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ സത്യങ്ങളെ നമ്മൾ തിരുവചനത്തിൽ നിന്ന് ശ്രദ്ധിക്കുകയായിരുന്നു. ആത്മാവിനാലാണ് നാം ജീവിക്കുന്നത് എങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കണം എന്നുള്ള പ്രമാണം, അതിന്റെ പ്രായോഗിക തലങ്ങളെയൊക്കെ പ്രിയ കർത്തൃദാസൻ വിവരിക്കുകയായിരുന്നു. ദൈവാത്മാവ്, പരിശുദ്ധാത്മാവ് ആണ് നമ്മുടെ ഹൃദയങ്ങളെ നയിക്കുന്നതെങ്കിൽ, നമ്മളെ നിയന്ത്രിക്കുന്നതെങ്കിൽ പിന്നെ നമുക്ക് പഴയതുപോലെ ജീവിക്കാനായിട്ട് സാധിക്കില്ല. പാപത്തിന് കീഴ്പ്പെടുവാനായിട്ട്, പാപത്തിന് നമ്മുടെ മേൽ കർത്തൃത്വം നടത്താനായിട്ട് സാധിക്കില്ല എന്നുള്ള കാര്യം നമ്മൾ വളരെ ശ്രദ്ധിച്ചു. വിധേയപ്പെടുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്, നമ്മുടെ കടമയാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു. അതുകൊണ്ട് നമുക്ക് എങ്ങനെയൊക്കെ ജീവിതത്തെ ക്രമപ്പെടുത്താനായിട്ട് സാധിക്കും എന്നുള്ള കാര്യവും നമ്മൾ ശ്രദ്ധിക്കുകയായിരുന്നു. നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ദൈവത്തിന് വിധേയപ്പെടുത്താം. ദൈവത്തിന്റെ ആത്മാവിന്റെ ഇഷ്ടത്തിന്, ദൈവത്തിന്റെ ഹിതത്തിന്, ദൈവവചനത്തിന് നമ്മളിൽ പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ നമുക്ക് നമ്മുടെ ശിഷ്ടകാലത്ത് കർത്താവിൽ വിധേയപ്പെടുത്താൻ നമുക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.